ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് താഴത്തങ്ങാടിയിലാണുള്ളത്. ഇന്നിവിടെ 2 മണിക്ക് ശേഷം ഇവിടെ ജലോത്സവമാണ്. 124ാമത് ജലോത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം സമയം 10 മണി സമയമായപ്പം തന്നെ ഇവിടെ നല്ലൊരു വൈബായി, വള്ളംകളിയുടെ വൈബായിട്ടുണ്ട്. 9 ജലരാജാക്കന്മാരാണ് ഇവിടെ നിന്ന് മത്സരത്തിനെത്തുന്നത്. പിന്നെ വെപ്പ് വള്ളങ്ങളുണ്ട്. ഏകദേശം 1 മണിയോടുകൂടി തന്നെ ഇവിടെ ജനസാഗരം തന്നെയായിരിക്കും ഈ ഒരു ഏരിയ തന്നെ. നമുക്കിവിടെ നിൽക്കാൻ മേലാത്തൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ 1 മണിക്ക് ശേഷം കാണുന്നത്. ഇപ്പം കാണുന്നൊരു ഇതല്ലായിരിക്കും ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം നമുക്ക് കാണാൻ പോലും അത്രയ്ക്ക് നിൽക്കാൻ പോലും ഇട കാണത്തില്ല. അത്രയ്ക്ക് ജനത്തിരക്കായിരിക്കും ഗൈസ്. ഗൈസ്, ഇപ്പം ഏകദേശം 1 മണിയായി. നമ്മൾ എത്തിയിരിക്കുകയാണ് വീണ്ടും താഴത്തങ്ങാടിയിൽ. അപ്പം പല സ്ഥലങ്ങളിലായിട്ട് ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ആയിട്ട് പല ആൾക്കാർ പല സ്ഥലത്തായിട്ട് തമ്പടിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിട്ടിരിക്കും. ഇപ്പം ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നാൽ മാത്രമുള്ള വള്ളംകളി കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. റോഡിലും രണ്ട് വശങ്ങളിലുമായിട്ട് അതുപോലെ ജനസാഗരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർ ചെറുവള്ളങ്ങളും ബോട്ടുകളുമായിട്ട് പല സ്ഥലത്തും അക്കരെ ഇക്കരെയൊക്കെ ആയിട്ട് ആൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പം ചുണൻ വള്ളങ്ങളുടെ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഏകദേശം ഇപ്പം 1 മണി ആയിട്ടുള്ളൂ. 2:30-3 മണിയാകുമ്പോൾ ബോട്ടുകൾ എല്ലാ ബോട്ടുകളും ഇതിപ്പം നമ്മൾ നിൽക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ഫിനിഷിംഗ് പോയിന്റ് ഇവിടുന്ന് പാലത്തിന് അപ്പുറത്തെ സൈഡിലായിട്ട് വരും. അപ്പം ബോട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടം വരെ വന്നിട്ടൊന്ന് കണ്ടിട്ട് നേരെ അപ്പുറത്തോട്ടാണ് പോകുന്നത്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡിലേ ആവുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും വള്ളംകളി ഗംഭീരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വള്ളംകളി കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാനും മോനായും ഞങ്ങള് ഇന്ന് ഓടിയും താഴത്തങ്ങാടി വള്ളംകളിക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ താഴത്തങ്ങാടി വള്ളംകളിയിലാണ്. ഫിനിഷിംഗ് പോയിന്റിൽ എല്ലാ വള്ളവും ഒരു ഒത്ത് ചേരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് ഞാൻ പോവാണ്. അവിടെയാണ് ഫസ്റ്റ് ഇത് കാണിക്കുന്നത്. അപ്പം നേരെ അങ്ങോട്ട് പോവാണ് ഗൈസ്. ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേറൊരു സ്കൂളിൽ ഗൈസ്. നമ്മളിപ്പോൾ വള്ളംകളി കാണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ചുണ്ടൻ വള്ളങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതാണ് ഭയങ്കര ആകാംക്ഷയാണ് ഗൈസ്. നമ്മുടെ ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. ഏകദേശം 2 മണിയാകുമ്പം വള്ളംകളി തുടങ്ങും. നമ്മുടെ താഴത്തങ്ങാടി അറുപുഴ ബോട്ട് റൈഡ്സ് ആണ് ഗൈസ്. ബോട്ട് കാറ്റടിച്ചിട്ട് മറിഞ്ഞു പോവുക കേട്ടോ, തിരിഞ്ഞു പോവാണ് ഗൈസ്. നമ്മളും കൊടും മഴയത്ത് നിൽക്കുകയാണ്. ഏകദേശം വള്ളം വട്ടം കറങ്ങി പോവുക കാറ്റടിച്ചിട്ട്. കേട്ടോ, ഭയങ്കര മഴയാണ്. വള്ളംകളി പിന്നെയും ഡിലേ ആക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ നനഞ്ഞു ഗൈസ്. വള്ളം മഴ പെയ്ത് നനഞ്ഞു ഗൈസ്. ആ വള്ളം തിരിച്ചു പോവാ, റിട്ടേൺ പോവാ. ഇങ്ങോട്ട് ഓടി വന്ന വള്ള കാറ്റടിച്ച് തിരിച്ച് റിട്ടേൺ പോവാ. ഞങ്ങൾ മഴയത്ത് നനഞ്ഞു നിൽക്കുകയാണ് ഗൈസ്. താഴത്തങ്ങാടി പാലമാണ്. അതിന്റെ കുറച്ച് മുന്നിലായിട്ടാണ് താണിയിൽ
ഒരു വെപ്പോളാണ് ഗൈസ്. താനിയൻ താനിയൻ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്, താനിയൻ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു വെപ്പോളാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടുന്ന് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി പോവാ, ഫിനിഷിംഗ് പോയിന്റിൽ തിരിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്ന യെല്ലോ കളറുള്ള ഡ്രസ്സ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വള്ളമാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് അല്ലേ? ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് പൊളിച്ച്. ഇത് ചുങ്കംകാര വണ്ടിയാണ്, ചുങ്കം. ഈ വൺ ബോട്ട് ഇത് വെപ്പല്ലടാ, ഏതുള്ള വെപ്പോളാണ്. പാലത്തിലൊക്കെ ഒരുവിധം നല്ല ആളായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് വള്ളംകളി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഒന്നും നിൽക്കാൻ തന്നെ ഇട കാണത്തില്ല, അത്രയ്ക്ക് തിരക്കാവും. ഈ പാലത്തിലിപ്പം നമ്മൾ സ്ഥലമൊക്കെ പിടിച്ച് ഇവിടെ നിൽക്കുവാണ്. പക്ഷെ നമുക്ക് ഒരു സൈഡ് കാണാൻ പറ്റത്തില്ല, ഒരു സൈഡേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വള്ളം വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തോട്ട് ഓടേണ്ടി വരും ഫിനിഷിങ് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വെള്ളം വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ വള്ളംകളി സ്റ്റാർട്ടാകുന്നതായിരിക്കും. ഫസ്റ്റ് ചുണ്ടൻ വള്ളംകളിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് ഫസ്റ്റ് ഹീറ്റ്സാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ഏതൊക്കെ വള്ളങ്ങളാണെന്ന് അറിയത്തില്ല, നമുക്ക് പിന്നെ അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ വള്ളം. എല്ലാ വള്ളം ഇപ്പം ബാക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയി അവിടെ നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടം വരെ പോയിട്ട് നമുക്ക് പിന്നെ ഇവിടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ് കാണാൻ പറ്റും. ഈ ചെണ്ട കൊട്ട്, ഈ കൊട്ട്, ഈ പീപ്പിയുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വൈബാണ്. വള്ളംകളിക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ വള്ളം തുഴഞ്ഞു വരുന്ന ആ ഒരു സീനും ആർപ്പുവിളിയൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുളിര് കയറുക, വള്ളം കയറി വരുന്ന സീൻ കാണാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി കേട്ടോ, വള്ളം എപ്പോഴും അവിടുന്ന് വിടാം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ വള്ളങ്ങളും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 9 വള്ളങ്ങളാണ്, 3 വള്ളങ്ങൾ വെച്ചിട്ടാണ് മത്സരം. അങ്ങനെ 3 ട്രിപ്പുണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് വെപ്പ് വള്ളങ്ങളുടെ ഇത്. അപ്പം വള്ളങ്ങളെല്ലാം ലൈനായിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ 9 വള്ളങ്ങളും 9 ചുണ്ടൻ വള്ളങ്ങളും അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പീഡ് ബോട്ടിൻ്റെ സൈഡിൽ തട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു പോക്കത് തട്ടി സ്പീഡ് ബോട്ട് ചെറുതായിട്ടൊന്ന് തട്ടി ഗൈസ്. വള്ളം കൊണ്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണത്.
എന്തെന്നാ വായ്പ ഓ ഭയങ്കര മഴയാണ്. ആ വള്ളം ഭയങ്കര ഇതായിരുന്നു അല്ലേ. അത് പെർമിഷൻ എടുത്തിട്ട് വല്ലതായിട്ട് അതെ പെർമിഷൻ എടുത്ത ചില ആകാശമേഘമായി താരത്തങ്ങാടി മാറ്റപ്പെടുകയാണ്. ഉറപ്പിക്കുന്ന കാഴ്ചയായി മാറുകയാണ്. ഇന്ന് വള്ളംകളിയിലെ ഒരു ശബ്ദമായി കൊണ്ടാക്കൽ ബോട്ട് നടുഭാഗം മാറ്റപ്പെടുകയാണ്. ഫിജി കരിപ്പുരയിൽ കൊണ്ടാക്കൽ ബോട്ട് ചരിത്രം കുറിച്ചുകൊണ്ട് മീനച്ചിലാറിനെ ഉറപ്പിച്ച് കടന്നു വരുന്ന ഒരു കാഴ്ച. ഓവറ്റു സോളിയെതിരെ
ക്യാമറ ഓൺ ആക്കി വെച്ചോന്നുണ്ടല്ലേ ഹായ് എന്നൊക്കെ പറയുമായിരുന്നു. പോയി അങ്ങേറ്റതടിച്ചു നടുക്ക് കയറി അല്ലേ? മത്സരങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വള്ളം തുഴഞ്ഞു നീങ്ങുവാണ് ഗൈസ്. എല്ലാ വള്ളങ്ങളും അങ്ങ് ദൂരെ പോയി. വിജയപുരം ബോട്ട് ക്ലബിന്റെ കൈനഗിരി ബോട്ട് ക്ലബിന്റെ വിജയപുരം വള്ളമാണ് ഫൈനലിൽ ജയിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ലേടാ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈനൽ മത്സരം ലാസ്റ്റ് ഫൈനൽ ചുടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ അങ്ങേറ്റത്തിൽ ലാസ്റ്റ് പോകുന്ന വിയാപുരം വള്ളമാണ് ഇന്ന് വിൻ ചെയ്യുന്നത്. പച്ച കളറിലെ ജേഴ്സി അണിഞ്ഞ വള്ളം ആണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വിജയികൾ. സെക്കൻഡ് പ്രൈസ് യെല്ലോ കളറ് സെക്കൻഡ് പ്രൈസ്. ഈ രണ്ട് വള്ളം ഇഞ്ചോട് ഇഞ്ചിനാണ്, ഇഞ്ചല്ല മൈക്രോമീറ്ററിനാണ് വ്യത്യാസപ്പെടുത്തലാണ് ജയം. നമ്മുടെ വിയാപുരം വള്ളം ജയിച്ചിരിക്കുന്നു. അങ്ങനെ വള്ളംകളി സമാപിച്ചിരിക്കുന്നു. അവിടെ നിന്ന് വള്ളംകളിയെല്ലാം കഴിഞ്ഞ് ഗൈസ്, വള്ളമെല്ലാം പോയി. അടിപൊളി വള്ളംകളിയായിരുന്നു. വിജയപുരം വള്ളമാണ് ഫൈനലിൽ ജയിച്ചത്. അതുപോലെ മോനായി പറയുന്നത് വള്ളംകളി തീർന്നില്ലെന്ന്, ഫൈനലിൽ നടക്കാനാണ്. വള്ളംകളിയും കഴിഞ്ഞ് ആൾക്കാർ വീട്ടിലും പോവുകയും ചെയ്തിട്ട് ഞങ്ങള് ഫൈനലിൽ നോക്കി നിൽക്കുമോ, ഫൈനല് ഇപ്പൊ നടക്കുമെന്ന് അടുത്തൊരു വള്ളംകളി പ്രതീക്ഷിച്ചു.
വള്ളമെല്ലാം അതെല്ലാം അതിന്റെ ഫൈനലെല്ലാം കഴിഞ്ഞു. മഴ തുടങ്ങി വീണ്ടും